മകളുടെ ചികിത്സയുടെ ഭാഗമായി ഉണ്ടായ കടം തീർക്കാൻ ചെയ്ത ചാരിറ്റി വീഡിയോ എഡിറ്റ് ചെയ്ത് മറ്റാരോ പണം തട്ടിയെടുക്കുന്നു എന്ന പരാതിയുമായി കണ്ണൂർ സ്വദേശി പിലാത്തറയിൽ താമസിക്കുന്ന KP സജിനെയാണ് പരാതിയുമായി പരിയാരം പോലീസിനെ സമീപിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എല്ലാവരും ഒന്ന് സഹായിക്കണേ, പഠിച്ചോനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോയിൽ വരാനുള്ള അവസരം നിങ്ങൾ ഒരിക്കലും ഒരുപാട് വീഡിയോകൾ വന്നു, ഞങ്ങൾക്കൊന്നും കടം വിടാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഇത് കണ്ടിട്ട് ഒന്ന് ഞങ്ങൾ സഹായിക്കണേ. പിലാത്തറ സ്വദേശി സജ്ന ഈ വീഡിയോ ചെയ്യുന്നത് മെയ് മാസത്തിലാണ്. ജന്മന അസുഖം ബാധിച്ച് നടക്കാൻ ശേഷി നഷ്ടപ്പെട്ട മകൾ റിസ്വാനയുടെ ചികിത്സയ്ക്ക് 30 ലക്ഷം രൂപ ഇതുവരെ ചെലവായിട്ടുണ്ട്. പലിശയ്ക്ക് കടം വാങ്ങിയാണ് ഇത്രയും പണം കണ്ടെത്തിയത്. കടം വാങ്ങിയ തുക തിരികെ നൽകാൻ മറ്റൊരു മാർഗവും ഇല്ലാതായപ്പോഴാണ് ചാരിറ്റി വീഡിയോ ചെയ്തത്. ഈ വീഡിയോയിൽ ഗൂഗിൾ പേ നമ്പർ, സ്കാനർ എന്നിവ നൽകിയിരുന്നു. ഇതുവഴി 22 ലക്ഷം രൂപ സഹായമായി ലഭിക്കുകയും ചെയ്തു. ബാക്കി 8 ലക്ഷം രൂപ കൂടി നല്ല മനസ്സുള്ളവരുടെ സഹായത്താൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് വ്യാജ സ്കാനർ ഉപയോഗിച്ച് തങ്ങളുടെ വീഡിയോ പ്രചരിക്കുന്ന കാര്യം സജിന അറിയുന്നത്. 22 ലക്ഷം ഉറുപ്പിക കടങ്ങൾ ഞാൻ വീടി. ഇനി എനിക്ക് വേണ്ടത് 8 ലക്ഷം ഉറുപ്പിയാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുമ്പോന്ന് ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് എനിക്ക് അവര് വീഡിയോ ചെയ്ത ആൾ അയച്ചെന്നതില് എനിക്കത് ഫേക്കാന്ന് തോന്നി. കാരണം അവർ ചാറ്റ് ചെയ്ത അവരെ മുഖവും ഇല്ല. അതിൽ നിന്ന് അവർ എല്ലാരെയും വെട്ടിമാറ്റിയിട്ടാണ് എന്റെ മോളിൽ മാത്രം വെച്ചിട്ട് അവരെ സ്കാനർ വെച്ചിട്ട് ഇത്രയും പൈസ അവര് ഇതാക്കിയത്. അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിപ്പോയി. കാരണം ഞങ്ങള് അത്രയും ദുരിതാവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ കരകയറാൻ വേണ്ടി ഇത് ചെയ്തത്. നൂറാൻ ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലാണ് എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിക്കുന്നത്. സജിനയും റിസ്വാനയും തങ്ങളുടെ വിഷമം പങ്കുവെക്കുന്ന വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു ഗൂഗിൾ പേ സ്കാനർ ആണ്. ഇതിലേക്ക് സജിന പണം അയച്ചു നോക്കിയിരുന്നു. പണം ലഭിക്കുന്നത് മറ്റാർക്കോ ആണെന്ന് ഇതോടെ വ്യക്തമായി. ഞാൻ എന്നിട്ട് ആ സ്കാനറിൽ അടിച്ചു നോക്കി പൈസ എനിക്ക് തന്നെയാണോ വീഴുന്നത്. അപ്പോഴത്തേക്ക് എനിക്കല്ല വീഴുന്നത്. അപ്പം തന്നെ എന്നോട് ചാറ്റിക്കാർ വന്ന് ഉടനെ പെരിയാർ സ്റ്റേഷനിലേക്ക് പോയിട്ട് വിവരം കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ പെരിയാർ സ്റ്റേഷനിൽ വിവരം കൊടുത്തു. ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിങ്ങനെ സംഭവം. ചിത്രകാരിയും പഠനത്തിൽ മിടുക്കിയുമായ റിസ്വാന തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് അക്കാദമിയിൽ പഠനം നടത്തുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ സഹായത്തോടെയാണ് പഠനം. കടം തീർത്ത് വീഡിയോ നീക്കം ചെയ്ത് സമാധാനത്തോടെ ജോലി ചെയ്ത് ജീവിക്കാമെന്നായിരുന്നു സജ്നയുടെ പ്രതീക്ഷ. എന്നാൽ സ്വന്തം മകളുടെ ദുരിതം വിറ്റ് മറ്റൊരാൾ നാട്ടുകാരെ വഞ്ചിക്കുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് സജ്ന പറയുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.